ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു വിൻമില്ലുള്ള സ്ഥലത്ത് വന്നേക്കുവാണ്. സാൻഷാൻസ് അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല. അതായത് ആംസ്റ്റർഡാമിന് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ട് ഇവിടെ ഇങ്ങോട്ട്. അന്ന് ഇത് ചുറ്റിക്കറങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം വിൻമിൽസ്. ഇത് നമ്മൾ ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ലൊരു ഫീൽഡ് പോലെയാണ്. അതെ അതെ, നല്ല രസമാണ്. ബാക്കി കാണിച്ചു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സാൻഷാൻസ് എന്ന് പറയുന്ന ഒരു ഡച്ച് വില്ലേജ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു പിക്ചറിസ്റ്റിക് ഡച്ച് വില്ലേജാണ്. നമുക്കൊരു 18th അല്ലെങ്കിൽ 19th സെഞ്ച്വറിയിലെ ഒരു ഡച്ച് വില്ലേജ് കാണണമെങ്കിൽ നമ്മൾ സാൻഷാൻസിൽ വന്നാൽ മതി കേട്ടോ. ഇവരത് കറക്റ്റായിട്ട് പ്രിസർവ് ചെയ്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ കാണാനും. നിങ്ങൾക്കറിയാലോ, ആംസ്റ്റർഡാം ഫേമസ് ആണ് കനാൽസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വിൻമിൽസിൻ്റെ കാര്യത്തിലും. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ചീസ്. നമ്മൾ ആംസ്റ്റർഡാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ചീസ് ടേസ്റ്റ് ചെയ്യാതെ പോരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ തന്നെയുള്ള ഒരു ചീസ് ഷോപ്പിലോട്ടാണ് കേട്ടോ. അവിടേക്കുള്ള എൻട്രി നമുക്ക് ഫ്രീ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഷാൻസിലുള്ള എൻട്രിയും ഫ്രീ ആയിരുന്നു. അപ്പം നമ്മൾ ഈ ചീസ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നത്, പിന്നെ നമുക്ക് എല്ലാ വെറൈറ്റി ചീസ്, ഒത്തിരി വെറൈറ്റി ചീസ് ഉണ്ട്. അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഷോപ്പ്. ഇതാ ഇവിടെയായിട്ടാണ് ആ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ മിഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവരൊരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ഇതാ ഇവിടെ നിന്ന് നമുക്കവർ കാണിച്ചു തരും എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. പിന്നെ ഒത്തിരി വെറൈറ്റി ചീസ് ഉണ്ട്. അപ്പം നമുക്കതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഗോട്ട് ചീസ് ഉണ്ട്, ഷീപ്പ് ചീസ് ഉണ്ട്, അതുപോലെ തന്നെ ലാവണ്ടർ ചീസ് ഉണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഞങ്ങളങ്ങനെ ലാവണ്ടർ ചീസൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഒത്തിരി അങ്ങനെ ചീസ് കഴിക്കുന്ന ആൾക്കാരായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് ചീസ് മീൻസ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചീസ് ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ലാവണ്ടർ ചീസ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൗ ചീസ് അങ്ങനെയുണ്ട്, ഒത്തിരി ചീസുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ചീസിലും ഓരോരോ ഫ്ലേവർ ആഡ് ചെയ്തിട്ട്, അപ്പം എനിക്ക് തോന്നുന്നു ഗ്രീൻ ചില്ലീൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ചീസ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതുപോലെ തന്നെ ഗാർലിക്കിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തന്നെ ഹെർബ് ഗാർലിക്, അത് ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റുള്ളതായിരുന്നു കേട്ടോ ലാവണ്ടർ ചീസ്. അപ്പം ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരെ പറഞ്ഞു തരും കേട്ടോ ഏത് വൈൻ്റെ കൂടെയാണ് ഏത് ചീസാണ് ബെറ്റർ, അങ്ങനെ എങ്ങനെ പെയർ ചെയ്യണം ഇതൊക്കെ പറഞ്ഞു തരും. അപ്പം ഞാൻ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഷോപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും മീൻസ് നമുക്ക് വേണ്ടത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയും പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ 18th സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ 19th സെഞ്ച്വറിയിൽ എങ്ങനെയായിരുന്നു ഈ ഷോപ്പ് അന്നുണ്ടായിരുന്നത് അതേപടി ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ സമയത്ത് എങ്ങനെയായിരുന്നു അവർ ഡ്രസ്സ് ചെയ്തത് ഈ ഷോപ്പിലുള്ളവർ അതേപടിയാണ് കേട്ടോ ഇപ്പോഴും അവർ ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു. ഭയങ്കര എന്താണ് എല്ലാം അവർ അതേപടി എങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത് അത് അതേപടി പ്രിസർവ് ചെയ്ത് അങ്ങനെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ വിൻമിലിനകത്ത് കയറാൻ വന്നേക്കുവാണ്. ഈ വിൻമിൽ എന്ന് പറയുന്നത് പെയിൻറ്റ് വിൻമിൽ എന്നാണ് പറയുന്നത്. അതായത് വേൾഡിലെ ഇപ്പം വർക്ക് ചെയ്യുന്നതിലത് ആകെയുള്ളൊരു പെയിൻറ്റ് വിൻമില്ലാണിത്. ഇതിൻ്റെ അകത്ത് മാത്രമേ കയറാവുള്ളൂ തോന്നുന്നു. എനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് €5 ആണെന്ന് തോന്നുന്നു അല്ലേ? 4 to 5 euro. €7 ആണ് എൻട്രി ഫീസ്. അന്നേരം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വിൻമിലിൻ്റെ ഇൻസൈഡ് പോവുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വിൻമിലിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ 18th അല്ലെങ്കിൽ 19th സെഞ്ച്വറിയിൽ ഒരു 600 വിൻമിൽസാണ് ഉണ്ടായിരുന്നത്. ഇപ്പം 6 വിൻമിൽസാണ് ഫങ്ഷണൽ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ വിൻമിലിൻ്റെ ഇൻസൈഡ് കയറുവാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കയറി പോകേണ്ടത്. കുറച്ച് ട്രിക്കി ആയിരുന്നു, പക്ഷെ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാം ഇറങ്ങുന്ന ആൾക്കാർ, അതിലെയാണ് നമ്മൾ തിരിച്ചിറങ്ങേണ്ടത്. അതായത് നമ്മൾ കുറച്ച് ട്രിക്കിയാണ് ഇറങ്ങുന്നത്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻസൈഡ് വിൻമിലിൻ്റെ. എന്തായാലും നമ്മൾ 18th 19th സെഞ്ച്വറിയിലുള്ള വിൻമിൽ നമുക്ക്
കാണാൻ പറ്റുകയെന്ന് പറയണത് ഭയങ്കര നല്ലതല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര നല്ല ഫീലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വിൻമില്ലിൻ്റെ മോളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മോളിൽ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുൾ നമ്മുടെ ഡച്ച് വില്ലേജ് കാണാൻ പറ്റും ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ ടോപ്പിലെത്തി വിൻമില്ലിൻ്റെ. ഇതാണ് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ. ഇനി ഞാനത് തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിൻമില്ലിൻ്റെ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എൻ്റയർ ഡച്ച് വില്ലേജ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 6 വിൻമിൽസ് ആണ് ഇപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ളത്. അതിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു ട്രഡീഷണൽ ഡച്ച് വില്ലേജിലെ ഒരു 18-19 സെഞ്ച്വറിയിലെ ഒരു വിൻമില്ലിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയല്ലേ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങൾ വിൻമില്ലിൻ്റെ മേളിൽ വന്നു. ഇത് മേളത്തെ ഒരു സൈഡിലത്തെ വ്യൂ ആണ്. അതായത് കാണാൻ പറ്റുന്നുണ്ട് ഈ വിൻമില്ല് കറങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കനാല്, ബാക്ക്ഗ്രൗണ്ടിൽ കനാല്, പിന്നെ വേറെ കുറച്ച് വിൻമില്ലുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ നമുക്ക് സാൻഡ് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സാൻഡ് റിവറിൽ കൂടെ ഒരു ചെറിയൊരു ക്രൂയിസ് ബോട്ട് എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഡച്ച് വില്ലേജിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണേ. അപ്പം ഞങ്ങൾ വിൻമില്ലൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വോളൻഡാം അങ്ങനെ എന്തോന്ന് പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അങ്ങനെ പറയുന്നൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണിത്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർബർ വാക്കാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ വോളൻഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷിംഗ് വില്ലേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കളർഫുള്ളായിട്ടുള്ള വുഡൻ ഹൗസസ് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ എന്താണ് സീ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല അഫോർഡബിളായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ. അപ്പം സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും ആംസ്റ്റർഡാം വരുമ്പോഴത്തേക്കും വോളൻഡാം വിസിറ്റ് ചെയ്യാം. ഞങ്ങളുടെ കൂടെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ കുറച്ച് ഫുഡ് മേടിച്ചു. അതായത് എന്തൊക്കെയാണ് ഇങ്ങനൊരു മാർക്കറ്റ് ഉണ്ട് പോലെയാണേ. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും അത് സീ ഫുഡ് മിക്സാണ് കേട്ടോ. പിന്നെ വേറൊരു ഞങ്ങളിങ്ങനെ ഹാർബറിൽ കൂടി ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് സൈഡിലൊക്കെ മാർക്കറ്റ് പോലെ ഇങ്ങനെ കാണാമേ. അപ്പോൾ കുറേ നല്ല സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒത്തിരി നല്ല സീ ഫുഡ് കിട്ടും, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളൊരു സീ ഫുഡിൻ്റെ ഒരു മിക്സറാണ്. വേറെയും കിട്ടും, സ്ക്വിഡും എല്ലാം കൂടെ ഉള്ള ഒരു സീ ഫുഡാണ് മേടിച്ചത്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഇങ്ങനെ പുഷ് ചെയ്യത്തില്ല, അത് മേടിക്കണം ഇത് മേടിക്കണം പുഷ് ചെയ്യത്തില്ല. ഞങ്ങൾ ചോദിച്ചു ഇത് 2 പേർക്ക് പറ്റുമെന്ന് ചോദിച്ചു. അത് പറഞ്ഞു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം അഡീഷണൽ മേടിച്ചാൽ മതിയല്ലോ, തൽക്കാലം ഒരെണ്ണം മേടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പുഷിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ തരത്തിലും അങ്ങനെയാണ് തോന്നിയത്. ഇപ്പം നമ്മൾ ഒരു ഫെറി എടുക്കാൻ നിന്നപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ നിങ്ങൾക്ക് ചീപ്പ് ബസ്സിനായിരിക്കും. അപ്പോൾ രണ്ട് വട്ടം, അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് ഫെറി എടുക്കേണ്ട കാര്യമില്ല. അവിടുന്ന് ബസ് കുറേ കണക്ഷൻ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നന്നായിട്ട് തോന്നി. ഒത്തിരി പുഷിങ് ഒന്നുമില്ല. റേറ്റ് കൂടിയ ഫുഡ് എടുക്കണം അങ്ങനത്തെ ഒരു പുഷിങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഒരു ഫെറി വന്നിട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു ഫെറിയിലാണേ. അപ്പം ഒരു ഫെറി വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. അത് ആ ഫെറിയാണ് ഈ പോകുന്നത്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കൂടെയൊക്കെ നടന്നു. അപ്പോൾ കുറേ ബോട്ടും കുറേ ആച്ചറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അവിടുത്തെ വീടുകളുടെ ഇടയിൽ അവിടെയൊക്കെ കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേര് നടക്കാനും അവിടെ അടുത്തുള്ളവരൊക്കെ നടക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലോക്കലായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഡോഗ്സായിട്ട് നടക്കാൻ വരുന്നവർ അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ നമ്മുടെ ആ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും 2 സൈഡിൽ നിറച്ച് ഷോപ്പാണ്. ഇഷ്ടംപോലെ എന്താണ് ചീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഷോപ്പുണ്ടായിരുന്നു.
ഞങ്ങളിങ്ങനെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് കഴിഞ്ഞ് കുറച്ച് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ചൂറോസ് കാണുന്നത്. ചൂറോസ് കാണുമ്പോൾ പിന്നെ കഴിക്കാതെ പോകുന്നത് ശരിയാണോ? അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ, ചൂറോസ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ മാക്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ചൂറോസ് തന്നെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളിവിടെ ചൂറോസ് കഴിച്ച് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകുന്നുണ്ട്. അതൊരു ഫിഷിംഗ് വില്ലേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ മാർക്കനിലോട്ടാണ് കേട്ടോ. അപ്പോൾ മാർക്കനിലോട്ട് നമ്മൾ പോകുന്നത് ഫെറി കയറിയിട്ടാണ് കേട്ടോ. അതായത് വോളൻ ഡാമിൽ നമ്മൾ ഫെറി എടുത്തിട്ടാണ് മാർക്കനിലോട്ട് പോകുന്നത്. വോളൻ ഡാമിൽ നിന്ന് തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫെറിയിലാണ് നമ്മൾ പോകുന്നത്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിനി മാർക്കനിൽ ചെന്നിട്ട് കാണാം. മാർക്കനിലെത്തി കേട്ടോ. മാർക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ്സിലെ ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് വില്ലേജാണ്. ഇവിടെ നമുക്ക് വുഡൻ ഹൗസസ്, കളർഫുൾ ആയിട്ടുള്ള വുഡൻ ഹൗസസ് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഫെറിയിലാണ് വന്നത്. കുറേ പേര് ഈ ഫെറിയിൽ തന്നെ തിരിച്ചു പോകുന്നതുകൊണ്ട് ഒരു 6 o'clock അങ്ങനെയാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഫെറി കേട്ടോ. അപ്പം നമുക്ക് ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഡച്ച് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു ഡച്ച് വില്ലേജ് കാണണമെങ്കിൽ നമ്മൾ മാർക്കനിൽ വന്നാൽ മതി കേട്ടോ. നമുക്കത് ഇവിടുത്തെ വില്ലേജിൽ കൂടെ നമുക്ക് ഫുള്ളായിട്ട് നടക്കാം. അങ്ങനെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമേ. ഹാർബർ കാണാൻ വേണ്ടി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനെ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഡച്ച് ഹൗസസ് ഒക്കെ കാണാനും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വുഡൻ ഹൗസസ് കാണാൻ പറ്റും. ഇതേ കാണുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നു. കുറേ പേര് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് നമുക്ക് ഈ ഡച്ച് ആൾക്കാർ ഇവിടെ ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റും. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.